സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 125ഓളം പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗികമായ വിവരം ലഭിച്ചിരിക്കുന്നത്. 98ഓളം പേരെ കാണാതെ ആയെന്നുള്ള വിവരവും ഇതിനോടകം തന്നെ സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി പേർ ഇപ്പോഴും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്നതായുള്ള വിവരങ്ങളും ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. ദുരന്തഭൂമിയിലെ തിരച്ചിൽ വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. റിസോർട്ടിൽ ഉൾപ്പെടെ അകപ്പെട്ടവരെ ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. എങ്കിലും വിവിധ പ്രദേശങ്ങളിൽ നിരവധി പേർ കുരുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെയേറെ ഭീതി ജനിപ്പിക്കുന്ന കാര്യവുമാണ്. വൈദ്യശ്ശേരി ചാനലിൽ ഇന്ന് നമ്മോടൊപ്പം തിരുവല്ലയുടെ MLA മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസും റാന്നിയുടെ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും പങ്കുചേരുന്നു. രണ്ടുപേരുടെയും അനുശോചനം നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. വയനാട് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിലും പേമാരിയിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ആപത്തുണ്ടാകുമ്പോൾ മനുഷ്യസഹജമായ ഇടപെടലുകളിലൂടെ ദുരിതത്തിൻ്റെ ആഘാതം ലഘൂകരിച്ചുകൊണ്ടിരാനുള്ള പ്രയത്നങ്ങളിൽ എല്ലാവരും ഉൾപ്പെടണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പരമാവധി കയ്യയച്ച് ഇടപെടണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. എല്ലാ മലയാളികളുടെയും നെഞ്ചു തകരുന്ന വേദനയാണ്, ഒരു മഹാസങ്കടമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ഇരച്ചെത്തിയ പുഴയും ഒപ്പമുണ്ടായിരുന്ന മണ്ണിടിച്ചിലും എല്ലാം ചേർന്ന് ഒഴുക്കിക്കൊണ്ടു പോവുക, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്ന് കണ്ടെത്താനാകാതെ ജനങ്ങൾ വിലപിക്കുക, സമാനതകളില്ലാത്ത, താരതമ്യം ചെയ്യാൻ കഴിയാത്തൊരു ദുരന്തമാണ്. ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളെ പരമാവധി സഹായിക്കാനുള്ള ഏകോപിതമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കുറേ കണക്കുകൾ വരുന്നു. ഇനി എത്ര പേർ അകപ്പെട്ടു എന്ന് നമുക്കറിയില്ല. എല്ലാ മന്ത്രിമാരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പുകളെല്ലാം ചേർന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു മനസ്സായി നിൽക്കുന്നു. മുഴുവൻ മലയാളിയുടെയും പ്രാർത്ഥന നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ, അതിൽ പെട്ടുപോയ ആളുകളെ ഇനിയും രക്ഷിക്കാനാകട്ടെ എന്നാണ്. ഒപ്പം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാരിസ്ഥിതിക ജാഗ്രതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും ഈ ദുരന്തം നമുക്ക് സമ്മാനിക്കുകയാണ്.